നിങ്ങളുടെ കുട്ടികളൊപ്പം കൂടിയാണ്. ഞാൻ അഹങ്കാരൻ. എന്നെ വെല്ലുവിളിക്കാൻ ഈ ലോകത്തിൽ ആരുണ്ട്? 10 തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പത്ത് എന്റെ കൈവശമുണ്ട്. ശേഷേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ വലിയവനായിരിക്കാം, എന്നാൽ നിങ്ങളെക്കാൾ വലിയവനായ ഒരാൾ നിങ്ങളെ പഠിച്ചവനായിട്ടുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് എളിമ. എളിമ? ഒന്ന് നിർത്ത്. എന്നെ വെല്ലുവിളിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഓ പടച്ചോൻ, അതന്ന് ഈ ഭൂമിയിൽ എന്നെക്കാൾ ഒരുവൻ ആരാണ്? പറയൂ. എടോ മനുഷ്യ, നമ്മൾ കാര്യം മറക്കരുത്. എനിക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആളുകളുണ്ട്, ഒരുപാട് പണവുമുണ്ട്. ഞാൻ 80 വർഷം വരെ ജീവിക്കും, അത് ഗ്യാരണ്ടിയാ. പിന്നെ ആ കാണുന്ന മണിമാളിയില്ലേ, അത് എന്റേതാ. പിന്നെ ആ പ്രദേശം മുഴുവൻ അതും എന്റേതാ. നിങ്ങൾ നോക്കിക്കേ, ഈ വണ്ടികളൊക്കെ കണ്ടില്ലേ, അതൊക്കെ എന്റേതാ. പിന്നെ അങ്ങനെ ഒരുപാട്. എന്നെ വെല്ലുവിളിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. അഹങ്കാരം ക്യാൻസറിനേക്കാൾ മാരകമായ രോഗമാണ്. അഹങ്കാരികളെ ദൈവം ചവിട്ടിത്താഴ്ത്തും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിർത്തോ, എന്നോട് കളിക്കാൻ വരണ്ട. നീ എന്നെ ശത്രുവാണ്. ഒന്ന് പക്ഷേ, അയ്യോ എനിക്ക് നെഞ്ചു വരണ. അമ്മോ, അയ്യോ സഹിക്കാൻ പറ്റുന്നുണ്ട്. ഈശ്വര, അയ്യോ ദൈവമേ. റോഡിലാണോ തന്നെ പന്തുകളി? ഇത് റോഡാണ് തനിക്കറിയില്ല? എന്താണോ കട്ട കലിപ്പിലാണല്ലോ. ഞാനാണ് കോപം. നിങ്ങൾക്ക് എന്നെ അറിയില്ല. എന്നോട് കളിച്ചാൽ ഞാൻ നിന്നെ കത്തിച്ചു ചാമ്പലാക്കും. നീ ആരാടോ? അയ്യോ, ഞാനാണ് ക്ഷമ. എന്നെ അഭ്യസിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ല. താൻ തൽക്കാലം ഒന്ന് ക്ഷമീരടോ, ക്ഷമീര്. എന്നോട് പറയാൻ താൻ ആരോട്? എന്നോട് കളിച്ചാലുണ്ടല്ലോ തന്നെ ഞാൻ ശരിയാക്കും. അയ്യോ സുഹൃത്തെ, താങ്കളുടെ കോപം ഒന്നിനും പരിഹാരമല്ല കേട്ടോ. കോപിക്കുന്നവർ അവരുടെ മനസ്സിലെ നന്മകളെല്ലാം ഇല്ലാതാക്കും. എന്നെ അഭ്യസിക്കൂ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ ദിവ്യമായ ഔഷധമാണ്. ഒരു ഉപദേശം. എന്നെ ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ നീ. പ്രിയപ്പെട്ട എളിമ, ക്ഷമ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ. നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. സ്വർഗത്തിലെ ഭൂമിയിലെ മാലാഖമാരാണ് നിങ്ങൾ. സ്വർഗം ഭൂമിയിൽ പണിയുന്നവരാണ് നിങ്ങൾ. ഞങ്ങൾ മാലാഖമാരുടെ സുഹൃത്തുക്കളാണ് നിങ്ങൾ. ഓർക്കുക, മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും അഹങ്കാരം മനുഷ്യനെ ചവിട്ടി താഴ്ത്തുന്നു. അതുപോലെ തന്നെ കോപം അവരെ ജീവിതത്തിൽ എവിടെയും എത്തിക്കുന്നില്ല. താങ്ക് യു.